ഹായ് ഫ്രണ്ട്സ്, കേൾത്തേട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് രാജസ്ഥാനുള്ള ജയ്പൂരിലെ ലെപ്പേഡ് സഫാരി പാർക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏകദേശം മോർണിംഗ് ടൈം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോകണം. ഇന്ത്യൻസിനും അതുപോലെ തന്നെ ഫോറിനേഴ്സിനും ടിക്കറ്റിന് ചെറിയ ചെറിയ പൈസയിൽ വേരിയേഷൻ ഉണ്ട്. നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് മൊത്തം 12 പേരാണ്. അതിലൊരു 3-4 യൂട്യൂബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ ജംഗിൾ സഫാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ 12 പേരാണ് വന്നിരിക്കുന്നത്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ എൻട്രൻസിലേക്ക് കയറുകയാണ്. നമ്മൾ ഓപ്പൺ ജിപ്സിയിലാണ് പോകുന്നത്. ജിപ്സി പോലുള്ള വെഹിക്കിളിലാണ് നമുക്കിവിടെ നമ്മുടെ സഫാരി നടത്താനുള്ള പെർമിഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ വരുമ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒറിജിനലോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. കാരണം അതൊക്കെ ഇവിടെ ചോദിക്കുന്നതായിരിക്കും. 20 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഏകദേശം നമ്മുടെ ഈ സഫാരി പാർക്ക് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ 2017 ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ആരവല്ലി പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഈ സഫാരി പാർക്ക്. 40-ലേറെ പുള്ളിപ്പുലികളും അതുപോലെ തന്നെ 5ഓളം കുട്ടികളുമാണ് ഇപ്പോൾ നമ്മുടെ സഫാരി പാർക്കിലുള്ളത്. പുള്ളിപ്പുലിയെ അതുപോലെ തന്നെ നമുക്കിവിടെ ഹൈന, നീൽഗൈ, മാനുകൾ, മുള്ളംപന്നികൾ, കുറുക്കൻ, കുറുനരി, അങ്ങനെ ഒരുപാട് ജീവികൾ ഈ ഒരു സഫാരി പാർക്കിലുണ്ട്. ഇവയെല്ലാം കാണുന്നത് ഒരു ലക്കം കൂടിയാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമുക്കിവിടെ സൈറ്റിംഗ് കിട്ടുന്നത് റാണ എന്ന് പറയുന്ന ഒരു ലെപ്പേഡിൻ്റെ സൈറ്റിംഗാണ് കൂടുതലും കിട്ടുന്നത്. അത്യാവശ്യം മനുഷ്യനെ കണ്ട് പേടി മാറിയതും വെഹിക്കിളൊക്കെ അടുത്തേക്ക് വന്നാൽ പോലും പുള്ളിക്ക് യാതൊരു കൂസലുണ്ടാകാറില്ല എന്നാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് സൈറ്റിംഗ് കിട്ടുന്നത് ഒരു ലക്കം കൂടിയാണ്. എന്തായാലും നമുക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലേക്ക് ചെറിയൊരു മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു തടാകം പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ആ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ലെപ്പേഡിനെ കാണാവുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയെ ആണെങ്കിൽ തന്നെ ഇപ്പം നല്ല ഉണക്കുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസിലാണെങ്കിലും ചെറിയൊരു ഷെയ്ഡൊക്കെ പോലെ ഫീൽ ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഒരു ഉണക്കും അതുപോലെ തന്നെ വണ്ടി പോകുന്ന പൊടിയൊക്കെ അടിച്ചിട്ടാണ് ഇതുപോലെ ഒരു ഫീല് കിട്ടുന്നത്. അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കുറച്ച് ബേഡ്സിൻ്റെ സൈറ്റിംഗാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം. ഗ്രേ ഫ്രാങ്കോളിൻ എന്ന് പറയുന്ന പക്ഷി വിഭാഗത്തിൽപ്പെട്ട ഒരു ഇനമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ബേഡ്. മലയാളത്തിൽ കൗതാരി എന്നും കൂടി ഇതിനൊരു പേരുണ്ട്. നമ്മുടെ കോഴിയുടെ പകുതി വലുപ്പമാണ് ഇതിനുള്ളത്. ഇതിന് നമ്മൾ കോഴിക്കാട എന്നും കൂടി പറയാറുണ്ട് പല സ്ഥലങ്ങളിലും. രാവിലെ തന്നെ ഒരുപാട് സഫാരി വെഹിക്കിൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇത് പല സൈഡിലേക്കായിട്ട് ഇത് ഡിവൈഡ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈറ്റിംഗ് എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന റൂട്ട് തന്നെ അതിൻ്റെ ലെഫ്റ്റും റൈറ്റൊക്കെ ഒരുപാട് വഴികളുണ്ട്. ഫ്രണ്ട്സ്, ഈ കാണുന്നത് നീൽഗൈ എന്ന് പറയുന്ന ഒരു ആനിമലാണ്. ഇത് മെയിലാണ്. ഇത് കാണുമെന്ന് നമ്മൾ മലയാളത്തിൽ ഇതിനെ നീലക്കാള എന്ന് പറയുന്ന മാൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ആനിമൽ കൂടിയാണിത്. ഇതിപ്പോൾ നമ്മളിതിൻ്റെ മെയിലിന് കൊമ്പുകളുണ്ടാവും, ഫീമെയിലിന് കൊമ്പുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരാനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും നമ്മുടെ ടൂർ പാക്കേജൊക്കെ നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയയ്ക്കുക. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് മെയിലാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഫീമെയിലായിട്ടുള്ള നീൽഗൈയാണ്. കളറിലും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ യാത്ര മുന്നോട്ട് പോകുന്ന നേരത്ത് ഇന്നലെ, അതായത് നമ്മൾ സഫാരിക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് നമ്മുടെ റാണ എന്ന് പറയുന്ന ലെപ്പേഡ് ഒരു നീൽഗൈ ഫീമെയിലിനെ അറ്റാക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മുടന്നി പോകുന്ന ഈ ഒരു നീൽഗൈ ഫീമെയിലാണ്. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ വിഷ്വലും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ലെഗിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. പിടിയിൽ നിന്ന് നമുക്കൊരു കോൾ വന്നായിരുന്നു. നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരെ നമുക്ക് ലെപ്പേഡിൻ്റെ ഒരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നേ പോകുന്ന വണ്ടിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊടികളാണ് കൂടുതലും ഈ പുല്ലിലും മരങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് വീഡിയോസിന് ചെറിയൊരു ഷെയ്ഡുള്ളത്. ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് മുന്നേ നമ്മുടെ കൂടെ പോയ ബാച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്, അവിടെ ലെപ്പേഡ് ഉണ്ടെന്നും പറഞ്ഞ്. എന്തായാലും ഞാൻ പറഞ്ഞ റാണ എന്ന് പറയുന്ന ലെപ്പേഡ് തന്നെയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതും. നമുക്ക് നേരെ എൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ അതാ നമ്മുടെ റാണെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആൾ നല്ല ഉറക്കത്തിലാണ്. നമ്മളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇവിടെ വെള്ളം കുടിക്കാനുള്ള ചെറിയൊരു കുളം, മനുഷ്യനിർമ്മിതിയായിട്ടൊരു കുളം ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തതിന് ശേഷം വൈറ്റ് വാഷ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വെള്ളത്തിൻ്റെ ഒരു അളവ് ഇല്ലാത്തതുകൊണ്ട് ആൾ വെയിറ്റിംഗ് ആണ്, വെള്ളം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ആൾ ഉറക്കത്തിലാണ്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം.
have you learned? I was programmed to beat you. Same mistakes. അങ്ങനെ റാണ അവിടെ നിന്ന് പോയതിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടി എടുത്തിട്ട് നമ്മൾ വന്ന റൂട്ട് തന്നെ വീണ്ടും തിരിച്ചു പോവുകയുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദൂരം നമ്മൾ സഞ്ചരിക്കാൻ നേരത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ നീൽഗയുടെ ഒരു ഡെത്ത് അവിടെ സംഭവിച്ചായിരുന്നു. കാരണം റാണയുടെ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ദിവസം മുമ്പ് അതിനെ അറ്റാക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ കാലിലാണ് ഇഞ്ചുറി. അപ്പോൾ അത് എത്ര ദൂരം പോകുന്നു, അത് എപ്പം മരിക്കും എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ കൃത്യമായതുകൊണ്ട് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഇപ്പോൾ പോകുന്ന റൂട്ടിൽ എന്തായാലും ആ ഡെത്ത് നടക്കുന്ന റാണക്ക് ഉറപ്പാണ്, റാണ സ്പോട്ട് എത്തുമെന്ന് പറഞ്ഞു. ജസ്റ്റ് നമ്മളങ്ങ് നീങ്ങാൻ നേരത്ത് ഒരു വെഹിക്കിൾ അവിടെ കിടക്കണ്ടായിരുന്നു. അവരും ഈ ഒരു ഡെത്തിൻ്റെ സ്പോട്ടിൽ തന്നെ അതിനെ എയിം ചെയ്ത് തന്നെ നിൽക്കുമായിരുന്നു. ഇതാ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട നീൽഗൈ ഫീമെയിൽ അവിടെ ഡെത്തായിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നീൽഗൈ, അതിൻ്റെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും റാണയുടെ ഒരു കാൽക്കുലേഷൻ വളരെ കറക്റ്റാണ്. കാരണം പുള്ളി അവിടെ അത്രയും നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്പോട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇവിടെ വീഡിയോ ക്യാമറയായിട്ട് ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 2 മെയിൽ നീൽഗൈസിൻ്റെ ചെറിയൊരു ഫൈറ്റിംഗ് കിട്ടിയായിരുന്നു. ഇതെന്തായാലും വാശിപ്പുറത്തുള്ളൊരു ഫൈറ്റിംഗ് അല്ല, എന്തൊരു സൗഹൃദമായിട്ടുള്ളൊരു ഫൈറ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന വഴി നമുക്ക് നല്ലൊരു മനോഹരമായൊരു കാഴ്ച കാണാൻ പറ്റിയായിരുന്നു. കാരണം ഒരു പീലി വിടർത്തി നിൽക്കുന്ന ഒരു മയിലിൻ്റെ മനോഹരമായൊരു വിഷ്വൽസ് നമുക്ക് കിട്ടിയായിരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ വിഷ്വൽസിലേക്ക് പോയിട്ട് വരാം. ഇതാണ് ആ മനോഹരമായ കാഴ്ച. ആൺമയിലാണ് ഇപ്പോൾ പീലി വിടർത്തിയിട്ടുള്ള തൻ്റെ ബാക്കിയുള്ള ഇണകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു മനോഹരമായൊരു വിഷ്വൽസ് കിട്ടിയായിരുന്നു. ഇതാണ് ആ മനോഹരമായൊരു കാഴ്ച. വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോകാൻ നേരത്ത് നമുക്ക് നേരെ ഒരു കോൾ വന്നായിരുന്നു. നമ്മൾ നേരത്തെ ആ ഒരു ഡെത്ത് സംഭവിച്ച സ്ഥലത്തേക്ക് റാണയുടെ ഒരു പ്രസൻസ് എത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ റിട്ടേൺ വരികയായിരുന്നു.
have you learned? I was programmed to beat you. Same mistakes. I was programmed to beat you. ഫ്രണ്ട്സ്, ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഒട്ടും ഒരു ക്രൂരതയായിട്ട് തോന്നണ്ട. കാരണം ഇതൊരു കാടിൻ്റെ നിയമമാണ്. കാരണം ഒരു ജീവി മരിച്ചാലേ മറ്റൊരു ജീവിക്ക് ആഹാരമാവുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു കാടിൻ്റെ നിയമമായിട്ട് നിങ്ങൾ കാണുക. ഒരിക്കലും നിങ്ങൾ ഇതിനൊരു വയലൻസ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് കമൻസായിട്ട് അയയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് മനോഹരമായിട്ടൊരു കാഴ്ച, അതൊരു വിഷ്വൽ ട്രീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. കാരണം നമ്മുടെ കൂടെയുള്ള വ്ളോഗേഴ്സും അതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം നല്ലൊരു വിഷ്വൽ എല്ലാവർക്കും കിട്ടിയെന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. എല്ലാവരും നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പരിചയപ്പെടുത്താം. കാരണം നമുക്ക് എല്ലാവരും ഒരു ഇൻട്രോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ലായിരുന്നു. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് അവിടുന്ന് നമ്മുടെ റിട്ടേൺ പോരേണ്ട സമയമായതുകൊണ്ട് നമ്മൾ പോന്നിരുന്നു. എന്നാലും നമ്മുടെ റാണയുടെ ഒരു ഈറ്റിംഗ് ടൈം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.